ബിൻസി സജി ക്വീൻസ് കളക്ഷൻസ് ചെറുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുർത്തീസിന്റെ കളക്ഷൻസ് തന്നെയാണ് കേട്ടോ. ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റിന്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിലുള്ള കുർത്തി സെറ്റിന്റെ കളക്ഷനാണ്. അതൊരു ബഡ്ജറ്റ് ബൈ റേറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ട് വരുന്ന വർക്കെല്ലാം ചെയ്ത് വന്നിരിക്കുന്ന സെറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റിന്റെ കളക്ഷനാണ്. നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ഷെയ്ഡിലാണ് കേട്ടോ. നല്ല ഡാർക്കായിട്ട് നിൽക്കുന്ന ഒരു ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും നേര സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയലാണ്. നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പാകത്തിനാണ് കേട്ടോ വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോഴത്തേക്കും ഇതുപോലെ യൂണിക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ നെക്ക് ലൈനിലായിട്ട് നല്ല ഹെവി ആയിട്ട് വരുന്ന മെഷ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഗ്രീൻ കളറിലും അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റിൻ്റെയും ലൈറ്റ് ഒരു ബ്രൗണിങ് കളറിൽ വന്നിരിക്കുന്ന ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ട് വരുന്ന മെഷ് എംബ്രോയിഡറി ആണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 47 ഇഞ്ച് ലെങ്ത്തിലാണ് കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. സ്ലീവ് 3/4 ആണ്, സ്ലീവ് സിമ്പിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ടോപ്പും ബോട്ടും ദുപ്പട്ടയും കൂടി വരുന്നുണ്ട് കേട്ടോ. ടോപ്പിൻ്റെ ഫീച്ചേഴ്സ് ആദ്യം നോക്കാം കേട്ടോ. ഇതുപോലെയാണ് മെറ്റീരിയൽ തന്നെയുണ്ട്. ഏറ്റവും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ. നല്ല ഹെവി വർക്കാണ്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെയാണ് കേട്ടോ. സ്ലീവ് 3/4, സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ്. ഇതാണ് കേട്ടോ. ഇതുപോലെ വരും. നല്ല ഹെവി ആയിട്ട് വരുന്ന വർക്കാണ് ചെയ്തിരിക്കുന്നത്. മെഷ് എംബ്രോയിഡറി ആണ്. അതിന് കൂടെ തന്നെ ലൈറ്റ് ആയിട്ട് വരുന്ന ഫോൾ സീക്വൻസസും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ലൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ലെങ്ത്തിലാണ്, അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ബോട്ടം വരുമ്പോൾ സെയിം തന്നെ മെറ്റീരിയലാണ് ബോട്ടം വന്നിരിക്കുന്നത്. നമ്മുടെ നോർമൽ ബോട്ടം ആ ഒരു ഏജ് ലൈനിൽ അലാസ്റ്റിക് കൊടുത്തിട്ട് ലൂസ് ബോട്ടം കൺസെപ്റ്റിൽ തന്നെയാണ് ഈ ബോട്ടം വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലൂസായിട്ടൊക്കെ തന്നെ നിൽക്കുന്ന ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. സെയിം തന്നെ കളർ ടോണിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇതിന് കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ദുപ്പട്ട വരുമ്പോൾ സോഫ്റ്റ് സിൽക്കിൽ തന്നെയാണ് ദുപ്പട്ടയും വന്നിരിക്കുന്നത്. ദുപ്പട്ടയും സെയിം കളർ ടോണിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ ടോപ്പിനേക്കാളും ഒരു ടോൺ വേണമെങ്കിൽ കൂടുതലാണെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയായിട്ട് വരുന്ന മെഷീൻ എംബ്രോയിഡറി തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. വൺ സൈഡ് ഇതുപോലെ ഹെവി ആയിട്ട് വരുന്ന വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബോഡി പോർഷനിലേക്ക് സ്പ്രെഡഡ് ആയിട്ട് വരുന്ന വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്കാൽപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. 2 സൈഡ്സിലും സ്കാൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും ഒരു ഗ്രീൻ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദുപ്പട്ടയുടെ ലെങ്ത് വരുമ്പോഴത്തേക്കും ഒരു 2.36 മീറ്റർ ആണ് ദുപ്പട്ട ലെങ്ത് വന്നിരിക്കുന്നത്. അത്യാവശ്യം ലെങ്ത്തും കൂടി ഉള്ള ദുപ്പട്ടയാണ്. നമുക്ക് വേണമെങ്കിൽ 2 സൈഡായിട്ട് വെയർ ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ 1 സൈഡ് വെയർ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് തലയിൽ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റുന്ന പാറ്റേണിലാണ് ഈ ദുപ്പട്ട വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, XL ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 1299. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ചത് തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത്. 3 പീസ് സെറ്റ് തന്നെയാണ്. ടോപ്പ് ബോട്ടം ദുപ്പട്ട തന്നെയാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോൾ നേര സിൽക്കിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ഒരു മാവ് ഷെയ്ഡിൻ്റെ ഒക്കെ ആ ഒരു കോമ്പിനേഷനിലാണ്. മാവ് ടു ബ്രിക്ക് റെഡിനോടും മാവിനോടും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ്. നമ്മൾ എപ്പോഴും കാണുന്നതല്ല, റെയർ ആയിട്ട് നിൽക്കുന്ന ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അതും ഇതുപോലെ തന്നെ നെക്ക് യൂണിക്കാണ് വന്നിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ട് വരുന്ന മെഷ് എംബ്രോയിഡറി ആണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഗ്രീനും ബ്ലൂവും കളറിൽ വന്നിരിക്കുന്ന ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ട് വരുന്ന ഫോൾ സീക്വൻസിന്റെ വർക്കും കൂടി ചെയ്തിട്ടുണ്ട്. ഇതുപോലെ താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് 3/4 ആണ്, സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെ വരും കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ഈ ദുപ്പട്ട വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തോടുകൂടി തന്നെയാണ് കേട്ടോ. നമുക്ക് 2 സൈഡ്സിലേക്ക് വേണമെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 1 സൈഡ് തലയിൽ യൂസ് ചെയ്യാനാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ഇങ്ങനെ 1 സൈഡ് നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് തലയിൽ ഇടാനൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷനിൽ സ്പ്രെഡഡ് ആയിട്ട് വരുന്ന വർക്ക് ചെയ്തിട്ടുണ്ട്. ബോട്ടം വന്നിട്ടുണ്ട്. ബോട്ടം നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ള ബോട്ടം ആണ് കേട്ടോ. ഒരു 37-38 ഇഞ്ചുള്ള ലെങ്തോടു കൂടി തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇതുപോലെയാണ്. ഇതാണ് കേട്ടോ. ഈ ഓപ്പോഷനിൽ വന്നിരിക്കുന്ന വർക്ക് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, XL, XL ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 1299. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചത് തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതും നല്ല ഭംഗിയായിട്ട് വരുന്ന കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ദുപ്പട്ടയ്ക്ക് ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടോ, നല്ല സോഫ്റ്റ് സിൽക്കാണ് മെറ്റീരിയൽ. അതുപോലെ തന്നെ ടോപ്പ് വന്നിരിക്കുന്നത് നേര സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് ആണ്, നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത്.
നല്ല ഹെവി ആയിട്ട് വരുന്ന മെഷീൻ എംബ്രോയിഡറി ആണ് കേട്ടോ. നമ്മളെപ്പോഴും ഇതുപോലെ ബീഡ്സും കട്ട് ബീഡ്സും മിറേഴ്സും ഒക്കെയാണ് കൊടുക്കാറുള്ളത്. ഇത് വരുമ്പോൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് മെഷീൻ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. അതും നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. കളേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത്. എല്ലാം സെയിം കളർ ടോണിലാണെങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സലാണ്. റേറ്റ് വന്നിരിക്കുന്നത് 1299. അടുത്ത കളർ വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഗ്രീനാണ്. ഒരു പേസ്റ്റൽ ഗ്രീനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ഷെയ്ഡുണ്ട്. ഇന്ന് കാണിക്കുന്ന കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ് അല്ല, എന്നാൽ നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ബ്രൈറ്റ്നസ് ഉണ്ട്, എന്നാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കളേഴ്സ് അല്ല കേട്ടോ. പക്ഷേ ഇതെല്ലാം നല്ലൊരു സ്റ്റാൻഡേർഡ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. നമുക്ക് വെയർ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല മെറ്റീരിയൽ ആണെങ്കിലും നേരാ സിൽക്ക് എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും. നമ്മളിങ്ങനെ അയൺ ചെയ്തിട്ടൊക്കെ വെയർ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സും സെയിം തന്നെയാണ്. നെക്ക് യൂനെക്ക് തന്നെയാണ്. നെക്കിലെ നല്ല ഹെവി ആയിട്ട് വരുന്ന മെഷീൻ എംബ്രോയിഡറി ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. സ്ലിറ്റഡ് ആണ്. കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വരും കേട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് ഈ ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. പിങ്കും ഓഫ് വൈറ്റും ഗ്രീനും ഒക്കെ തന്നെ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ദുപ്പട്ട ഇതുപോലെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തിലും വിഡ്ത്തിലുമാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ട വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ 2 സൈഡ്സിലേക്കാണെങ്കിലും വെയർ ചെയ്യാം. അതല്ല 1 സൈഡായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. സ്ലീവ് 3/4 സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ബോട്ടം വരുന്നുണ്ട്. ബോട്ടം മെറ്റീരിയലും സെയിം തന്നെയാണ്. ബോട്ടം നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് വരുന്ന ബോട്ടം കേട്ടോ. അത്യാവശ്യം ലൂസ് കൺസെപ്റ്റിലൊക്കെ തന്നെ വന്നിരിക്കുന്ന ബോട്ടമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സലാണ്. റേറ്റ് വന്നിരിക്കുന്നത് 1299. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് സിംഗിൾ പാറ്റേണിൽ വരുന്ന കുർത്തി സെറ്റിന്റെ കളക്ഷൻ ആണ്. ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന 4 കളർ ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ 4 കളറും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത്. ഒരുപാട് കട്ട് ബീഡ്സും മിറേഴ്സും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യാതെ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ആയിട്ട് വരുന്ന സീക്വൻസ് വർക്കും ഫോൾ സീക്വൻസ് ആണ്. ഒരുപാട് തെളിഞ്ഞ് നിൽക്കുന്ന കളേഴ്സിലല്ല കേട്ടോ. ഫോൾ സീക്വൻസ് ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലല്ല വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത്. അതൊരു ബഡ്ജറ്റ് ബൈ റേറ്റിൽ തന്നെയാണ്. നമുക്കറിയാം മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ ഇത്ര ഹെവി ആയിട്ട് വരുന്ന മെഷീൻ എംബ്രോയിഡറി ആണെങ്കിലും ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും എത്ര റേറ്റ് വരുന്നു എന്നുള്ളത് മെറ്റീരിയൽ കോസ്റ്റ് വരുന്നുള്ളൂ. നമ്മളിത് 3 പീസ് സെറ്റ് സ്റ്റിച്ച് ചെയ്ത് വരുന്നതിന് കറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ബഡ്ജറ്റ് ബൈ റേറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം കേട്ടോ. വെബ്സൈറ്റ് ത്രൂ തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം. വാട്സപ്പ് ഓർഡേഴ്സ് എടുക്കുമ്പോൾ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. മെസ്സേജ് റിപ്ലൈ ചെയ്ത് വരാനായിട്ട് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും തന്നെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണണം. വീഡിയോയുടെ അകത്ത് നമ്മൾ ഇതിൻ്റെ ഓരോത്തിൻ്റെയും ഡീറ്റെയിൽസ് പറയുന്നത് ഫുള്ളായിട്ട് തന്നെ കേൾക്കണം കേട്ടോ. അതായത് സ്കിപ്പ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനെ ഓരോ കളേഴ്സ് സ്കിപ്പ് ചെയ്ത് പോയിട്ട് ഞാൻ അത് കേട്ടില്ല, ഒന്ന് ക്യാൻസൽ ചെയ്യുക, ഓർഡേഴ്സ് ക്യാൻസൽ ചെയ്യുക അങ്ങനെ പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് വീഡിയോ കേട്ടതിന് ശേഷം മാത്രം ബുക്കിംഗ് പ്ലേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാൻ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ മാത്രം വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. താങ്ക് യു.